ഹലോ കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പച്ചരി വെച്ചിട്ട് ടൊമാറ്റോ റൈസാണ്. എന്നാൽ നമുക്ക് നോക്കാം. ഇത് റേഷൻ കടയിൽ നിന്ന് ഈ തവണ കിട്ടിയ പച്ചരിയാണ്. ഇത് കണ്ടാൽ നമ്മളെ ബിരിയാണി അരിയൊക്കെ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇതിനെ കൊണ്ടൊരു ടൊമാറ്റോ റൈസ് ഉണ്ടാക്കി നോക്കാം. അതിനായിട്ട് ഞാൻ ഒരു 1.5 കപ്പ് അരിയാണ് എടുക്കുന്നത്. ഈ ഒരു പാത്രത്തിന് 1.5 കപ്പ് അരി എടുക്കുന്നു. നിങ്ങൾ ഗ്ലാസ്സിലാണെന്ന് എടുക്കുന്നതെന്ന് വെച്ചാൽ അങ്ങനെ എടുത്താൽ മതി. ഈ റൈസ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിലാണ്. 5 ലിറ്ററിൻ്റെ കുക്കറുണ്ട്. ആ കുക്കറിൽ ഈ പാത്രത്തിന് ഞാൻ അളന്നെടുത്തത്. അപ്പോൾ ഈ പാത്രത്തിന് 1.5 കപ്പ് അരി എടുത്തതിന് ഒരു 3 കപ്പ് വെള്ളം ചേർത്തിട്ടാണ് കുക്കറിൻ്റെ അകത്ത് ഉണ്ടാക്കുക. നിങ്ങൾ ഗ്ലാസ്സിലെടുക്കുന്നതെങ്കിൽ 1.5 ഗ്ലാസ് അരിയാണ് എടുക്കുന്നതെങ്കിൽ ഒരു 3 ഗ്ലാസ് വെള്ളം വെച്ച് ഒറ്റ വിസിൽ അടിച്ചാൽ മതി കുക്കറിൽ. എന്നിട്ട് ഓഫാക്കുക. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്ന പോലെ സ്പൈസസ് ഒന്നും അധികമൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ആകെ ചേർത്ത് കൊടുക്കുന്നത് 2 കഷ്ണം പട്ടയും ഗ്രാമ്പും, ഇത്രയും മതി. പിന്നെ അരിൻ്റെ അകത്ത് കുറച്ച് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക, അത് മാത്രം മതി. പിന്നെ ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിനുള്ള. എന്നിട്ട് വെള്ളം ഞാൻ പറഞ്ഞതുപോലെ ചേർത്ത് ഒറ്റ വിസിലിന് ഓഫാക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അരി വേവിച്ചെടുക്കാൻ പോകാം. ഇതാ നമ്മൾ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇത് 5 ലിറ്ററിൻ്റെ കുക്കറാണ്. കുക്കർ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഒരു സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിൽ കൂടുതലായിട്ട് എണ്ണയും നെയ്യൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല, അത് മതി. പിന്നെ നമ്മളെടുത്ത് വെച്ച 2 കഷ്ണം പട്ടയും 3 ഗ്രാമ്പും. ഇനി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിനാവശ്യത്തിനായി. വെള്ളം ഞാനിവിടെ തിളപ്പിച്ച് വെച്ച വെള്ളമാണിത്. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് കുറേയൊന്നും ഇടണ്ട, കുറച്ച് അരിക്ക് ആവശ്യമായിട്ടുള്ള. ബാക്കി നമ്മൾ മസാലയിൽ ചേർത്തല്ലോ. ഉപ്പ് ഉണ്ടോ നോക്കാം. ഇങ്ങനെ ഒരു നാരങ്ങയുടെ അരമുറി നാരങ്ങ നീരും കൂടെ പിഴിയുക. ചോറും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ നീര് പിഴിയുന്നത്. നമുക്കിതിൽ അരി ഇട്ട് കൊടുക്കാം. ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം അരി ഇട്ട് കൊടുക്കാം. അരി കഴുകി വെള്ളമൊക്കെ ഊറ്റി വെച്ചതാണ്. ഒന്ന് നന്നായി ഇളക്കി മിക്സ് ചെയ്യുക. അതിന് ശേഷം ഇതിൻ്റെ മൂടി ഇതിൻ്റെ വിസിലും കൂടി ഇട്ട് കൊടുക്കാം. വിസിലിട്ട് ഒരൊറ്റ വിസിലടിച്ചതിന് ശേഷം നമുക്ക് ഓഫാക്കാം.
ഇത് ടൊമാറ്റോ റൈസിന് ആവശ്യമായിട്ടുള്ള നമ്മൾ അതിനുള്ള മസാലകളാണ്. ഞാനൊരു വലിയ സവാള എടുത്തിട്ടുണ്ട്. അതിങ്ങനെ പിന്നെ ചെറുതാക്കി മുറിച്ചിട്ടതാണ്. നമ്മൾ ബിരിയാണിക്ക് പോലെ നീളത്തിലല്ല അരിഞ്ഞിട്ടത്. പിന്നെ നമുക്ക് മെയിനായിട്ട് വേണ്ടത് തക്കാളിയാണല്ലോ ടൊമാറ്റോ റൈസിന്. ഒരു ചെറിയ തക്കാളി കൊണ്ട് ഞാനൊരു 5 എണ്ണം എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയാണെങ്കിൽ ഒരു 3 എണ്ണമൊക്കെ മതിയാവും. പിന്നെ കറിവേപ്പില, കുറച്ച് മല്ലിയില, പിന്നെ ഒരു 4 പച്ചമുളക് മിക്സിയിലിട്ട് അടിച്ചെടുത്തതാണ്. അത് മുറിച്ചിടുന്നവർക്ക് മുറിച്ചിട്ടിട്ടും വയ്ക്കാം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 സ്പൂണ്. അതുപോലെ തന്നെ കുറച്ച് എരിവുള്ള മുളക് പൊടിയും കുറച്ച് കാശ്മീരി മുളക് പൊടിയും മിക്സ് ചെയ്തതാണ്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. പൊടികളൊക്കെ നമ്മൾ എടുക്കുന്ന സാധനത്തിന് കണക്ക് പോലെ എടുത്താൽ മതി. പിന്നെ വേണ്ടത് കുറച്ച് പെരിഞ്ജീരകം പൊടിച്ചത്. പെരിഞ്ജീരകം ഇഷ്ടമുള്ളവർക്ക് അപ്പാടം ഇടാം. പിന്നെ ഇവിടെ ഗരം മസാല പൊടി 1 സ്പൂണ്. ഇത്രയും ഇൻഗ്രീഡിയൻസാണ് നമ്മൾ മസാല തയ്യാറാക്കാൻ വേണ്ടത് ടൊമാറ്റോ റൈസിന്. ഇനി നമ്മൾ ടൊമാറ്റോ റൈസിൻ്റെ മസാല റെഡിയാക്കാൻ പോവുകയാണ്. അതിന് ഒരു ഉരുളി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി അതിൽ സവാള ഇട്ട് കൊടുക്കാം. സവോള എല്ലാം കൂടെ നടുക്ക് ഒതുക്കി വെച്ചതിന് ശേഷം നമുക്കൊരു മൂടി വെച്ച് നന്നായി വേവിച്ചെടുക്കാം. അങ്ങനെ മൂടി വെച്ചാൽ സവാള വേഗം വഴഞ്ഞു കിട്ടും. നമ്മളെ ഉള്ളിയൊക്കെ നന്നായി വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ മാറ്റി വെച്ച സാധനങ്ങളാണ് ഒക്കെ. ഇഞ്ചി വെളുത്തുള്ളി ആദ്യം, പച്ചമുളകും കൂടെ ആദ്യം ഇട്ട് കൊടുക്കുക. നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നന്നായി വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. നേരത്തെ അരിഞ്ഞ് വെച്ച തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കാം. ഇത് നമ്മൾ നേരത്തെ കുക്കറിൽ വേവിച്ച റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. തക്കാളി നന്നായി വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ച കറിവേപ്പിലയും മല്ലിച്ചപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇളക്കിയെടുക്കാം. ഈ സമയത്ത് ഇതിനാവശ്യമായ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പ് നമ്മൾ ചോറിൽ ഇട്ട് കൊടുത്തതാണ്. ഈ മസാലയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക.
പുളിയും മധുരമൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ പെരിഞ്ചീരകത്തിൻ്റെ പൊടി, പിന്നെ ഗരം മസാലപ്പൊടി, എല്ലാ പൊടികളും ഇട്ട് കൊടുക്കുക. നന്നായി ഇളക്കുക. പൊടികളൊക്കെ നന്നായി വഴണ്ടി വന്നതിന് ശേഷം നമുക്ക് അരിയിട്ട് കൊടുക്കാം. ചോറും മസാലയെല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ റൈസ്, റേഷൻ കടയിൽ നിന്ന് കിട്ടിയ പച്ചരി കൊണ്ടുണ്ടാക്കിയ അടിപൊളി ടൊമാറ്റോ റൈസ്. ബിരിയാണീനെക്കാട്ടും ബെസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഈ ടൊമാറ്റോ റൈസിൻ്റെ കൂടെ ഒന്നുമില്ലെങ്കിലും അപ്പാടും അങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ വേണമെങ്കിൽ ഒരു കോഴിമുട്ട ആംപ്ലേറ്റ് ആക്കിയിട്ട് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ കഴിക്കുക. ഞാനിപ്പോൾ മക്കൾക്ക് എന്തെങ്കിലും ഉള്ളി കൊണ്ടൊരു തൈരും ഉണ്ടാക്കിയിട്ടുണ്ട്. ഉള്ളി കൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അച്ചാറാണിത്, വലിയ ഉള്ളി കൊണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.